ബൽറാം ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മരിയയുടെ റിയാക്ഷൻ എന്തായിരിക്കും? കാര്യം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ മരിയയുടെ വേർഷനും പറഞ്ഞു. ഒറിജിനലായിട്ടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ അവന് ദൈവം ഏതെന്നെ ട്രോളരുത്, ഇവരെ കല്യാണം കഴിപ്പിക്കുകയല്ല. ഞാൻ അത് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവൻ്റെ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്നൊന്നും എനിക്ക് അല്ല, ഞാൻ ചോദിച്ച പ്രപ്പോസലായിട്ട് വന്നാൽ ഇനി ഇല്ലില്ല. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഒരു ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം രണ്ടുപേർക്കും അവരുടേതായ ലൈഫുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതൊക്കെ അവരവരുടെ മരിയ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. സുന്ദരി കയറിയപ്പോഴേ കമ്മിറ്റഡ് ആണ് മരിയ. ബൽറാമായിട്ടല്ല, ഓൾറെഡി കമ്മിറ്റഡ് ആണ് മരിയ. അതറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മരിയ പറഞ്ഞിട്ടുണ്ട്, പഠിക്കുകയാണ്. ഏത് സ്ഥലത്തായിരുന്നു? ഇത് പറയണ്ട. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. അല്ല, ഞാനിപ്പോൾ പറയില്ല. ഇപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയില്ല. കാരണം ഈ അടുത്ത സീരിയലിന് വന്നതിന് ശേഷമൊക്കെ പയ്യെ കല്യാണം. അല്ല, ഉണ്ടല്ലോ, അങ്ങനെ ഒരാളുണ്ടല്ലോ, എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം അവിടെ നന്നായിട്ട് ജോലി ചെയ്യട്ടെ. പക്ഷേ ഇപ്പം ഈ സീരിയലിലേക്ക് വരികയാണെങ്കിൽ ഈ സുന്ദരിയിൽ നിന്ന് മാറാനുള്ള കാര്യം കുറേ അധികം എലിഗൻസ് വന്നിട്ടുണ്ട്. എലിഗൻസ് കുറേ പറയുന്നുണ്ട്. അതിനകത്ത് കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള ഒരു സീരിയലാണ്. ഇപ്പം മൂന്നാമത്തെ നായികയാണ് അതിനകത്ത്. ആദ്യത്തെ നായിക പോയപ്പം പൈസയുടെ പ്രശ്നത്തിൽ ലൈവ് ഇട്ടു. രണ്ടാമത്തെ നായിക പോയത് വിവാഹത്തിൻ്റെ പേരിലും ആത്മഹത്യയുടെ പേരിലും മാറി എന്നാണ് മറിയ തന്നെ പറഞ്ഞത്. മൂന്നാമത്തെ ഒരു നായിക വന്നിട്ടുണ്ട്. മറിയ പാടുള്ള കാരണം എന്താണ് അതിന്? കാരണം ഞാൻ ഏതാണ്ട് ഒരു 2-2.5 വർഷത്തോളം ഞാൻ സുന്ദരിയിൽ വർക്ക് ചെയ്തു. കറക്റ്റ് ഒരു 700 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെയും കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് വരുന്നത്. അപ്പം എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ബിക്കോസ് ഞാൻ എന്താ പറയുക, എനിക്ക് മൈഗ്രെയിൻ തൊട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷുഗർ ലോ ആവുന്നത്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയ പ്രശ്നമൊന്നുമല്ല. അപ്പം ഒരാൾക്ക് കൂടുതൽ റെസ്റ്റാണ് വേണ്ടത്. ഇപ്പം ഈ സുന്ദരി എന്ന സീരിയലിൽ എന്നെ ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറിയാണ്. അപ്പം എനിക്ക് എല്ലാ ദിവസവും ഷൂട്ടുണ്ടാവും, നല്ല കാര്യം ഷൂട്ടുണ്ടാകുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് റെസ്റ്റ് എടുക്കാനോ എൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് എന്തായാലും ബ്രേക്ക് വേണം. അത് കാരണം ഞാൻ നിർത്താം എന്ന് ഓൾറെഡി അവിടെ ഇൻഫോം ചെയ്തിട്ടാണ് ഞാൻ നിർത്തിയത്. അങ്ങനെ ഞാൻ December 31 എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്താ പറയുക, ഫുള്ളി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറയുക, അടുത്ത സീരിയലിലേക്കുള്ള വിളി വന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, കുറേ നാൾ കഴിഞ്ഞിട്ട് ഷൂട്ടും കാര്യങ്ങളും ഇപ്പോൾ കാസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഓൾറെഡി മറ്റേ സീരിയൽ നിർത്തിയല്ലോ. അപ്പം ഇത് കോൾ വന്ന സമയത്ത് പിന്നെ അതങ്ങ് വിവാദം, അതായത് ഞാൻ ഇതിൽ നിന്ന് മാറിയത് അതിൽ ജോയിൻ എന്ന രീതിയിലൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല സത്യം. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഓഡീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ലൊക്കേഷൻ തന്നെ പല ആർട്ടിസ്റ്റും പോയി ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അന്നേരം ഞാൻ അവിടെ തന്നെ ഉണ്ട്, സുന്ദരിയിലുള്ളവർ തന്നെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം എനിക്കൊരു വർക്കിനോട് കമ്മിറ്റ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അവിടെ നിന്നത്. പല രീതിയിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്താ പറയുക, നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ചില നേരത്തെ. ലൊക്കേഷൻ ആകുമ്പോൾ മിക്ക ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ചേട്ടൻ തന്നെ വന്നിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. സുന്ദരി മാറിയ സമയത്ത്. അപ്പം എനിക്ക് പറ്റാതായപ്പോൾ ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിർത്തിയതിന് ശേഷം പിന്നെ യൂട്യൂബിൽ വന്നൊരു കമൻറ്റ് ഞാൻ കണ്ടത്, അതായത് കല്യാണം ആയതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫസ്റ്റ് കമൻറ്റ്, ഞാൻ മാറിയിട്ടുള്ള ഫസ്റ്റ് കമൻറ്റ് ഇതാണ്, കല്യാണമായിരുന്നു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിട്ട്. ആളുടെ പേരെന്താണെന്ന് ഇപ്പോഴും ഓർക്കുള്ളൂ, പക്ഷേ ഇട്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ പറഞ്ഞ കല്യാണമായോ അല്ലെങ്കിൽ അതാണ് നിർത്തിയത്, സുന്ദരി നന്ദറി, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി. പിന്നെ ഞാൻ ഒന്നും അതിന് റിപ്ലൈ ചെയ്യാൻ പോയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, പറയുന്നത് എന്ത് കാര്യമുണ്ട്, എത്ര കൊടുത്താലും പിന്നെയും ചോദിക്കും. ഇപ്പം കൂടി ഞാൻ പുറത്തോട്ട് അനക്കാൻ ചോദിക്കും, എന്താ മാറിയേ? ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എന്താ പറയുക, വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അങ്ങനെ മാറി. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, വീട്ടിൽ തന്നെയായി. പിന്നെ അതിനിടയ്ക്ക് എൻ്റെ പുതിയ സീരിയൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ മാറി. ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഫുള്ളായിട്ടല്ല, എന്നാലും ഉണ്ട് എനിക്ക്, മാറിയതല്ല. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഞാൻ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അന്നേരം അതിനകത്ത് മെയിനായിട്ടും കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വരുത്താനായിട്ടുണ്ട്. കാര്യം ബൽറാമായിട്ടുള്ള ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്താണ് ആ ഒരു, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പം മരിയ പറഞ്ഞു. പക്ഷേ കുറേ കോൺട്രവേഴ്സീസ് വന്നു, കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ
അതർ സൈഡ് അപ്പർ സൈഡോട് നമ്മൾ നോക്കണമല്ലോ. ബൽറാമിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇൻ്റർവ്യൂ പോകുന്ന കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്ന് പറയുകയാണെങ്കിലും അല്ല, സെയിം എൻ്റെ അവസ്ഥ തന്നെയാണ്. ലൈക്ക് എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം പെട്ടെന്ന് ലൈഫിൽ വരുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അവനെ അധികം ബാധിച്ചിട്ടുണ്ടാകും. കാരണം ഞാനിപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ ആദ്യത്തെ ഫോട്ടോഷൂട്ടായിരുന്നു, അത് മുളയിലെ നുള്ളിക്കളയാന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ശരിക്കും എന്നേക്കാൾ നല്ല രീതിയിൽ അവൻ തന്നെ അത് വന്നിട്ടുള്ളത്. അപ്പം അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. എന്താ പറയാൻ, നല്ല രീതിയിൽ അവൻ്റെ അടുത്ത് മീൻസ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ സോറി പറയുകയാണ്. കാരണം സങ്കടം പറയേണ്ട കാര്യമൊന്നുമില്ല. സങ്കടമല്ല, കാരണം നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ അല്ല, അതിപ്പം നമ്മൾ കരഞ്ഞ് കാണിക്കുമ്പോൾ നമ്മൾ തോറ്റുന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കരഞ്ഞൊന്നും കാണിക്കാൻ രണ്ടാമത്തൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പം അവിടെ സ്റ്റാർ സിംഗിൽ പോകുമ്പം പ്രമുഖരായിട്ടുള്ള ജഡ്ജസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവരുടെ ചെവിയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എത്തിയതായിട്ടില്ലെങ്കിൽ കണ്ടസ്റ്റന്റ് പറഞ്ഞായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബൽറാം? അല്ല, ഈ ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ സംസാരിക്കും, അല്ലാതെ വേറെ അങ്ങനെ ഒരു ടോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിലല്ല, പുറത്ത്. അതായത് നമുക്ക് വേറെ സൈഡ് ഉണ്ടല്ലോ, ഈ ഇതിനുവേണ്ടി ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് അതൊന്ന് പൊലിപ്പിച്ച് കുറച്ച് ഇതാക്കാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കല്യാണം ഒന്നും നമ്മുടെ കഴിഞ്ഞിട്ടൊന്നുമില്ല. കല്യാണം എൻ്റെ പൊന്നെ സോഷ്യൽ മീഡിയ സഹോദരങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മരിയ ഇത്രയും കുറേ സമയമായിട്ട് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം ഇരുന്ന കാര്യം എന്നോട് ഇങ്ങനെ മരിയ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മരിയോട് പറഞ്ഞു നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാം, അതിലൂടെ നമുക്ക് ആൾക്കാരടുത്ത് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭാവിയിൽ ഇപ്പോൾ അടുത്ത സീരിയലിനെ ആണ് ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം വളരെ നല്ലൊരു പ്രൊജക്റ്റും വളരെ നല്ല സീരിയലിൽ സ്വപ്നക്കൂടോ? സ്നേഹക്കൂട്ട്. അപ്പം അത് ശരിക്കും RTV പ്രൊഡക്ഷൻ്റെ ആണ് സീരിയല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ലൊക്കേഷനും. കാരണം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ മനു മാധവ് സാറാണ് ഡയറക്റ്റ് ചെയ്തോണ്ട്. അപ്പം കോ ആർട്ടിസ്റ്റ് സീമ ചേച്ചിയുണ്ട്, കൃഷ്ണകുമാർ എന്ന് പറയുന്ന കിച്ചുവേട്ടൻ, പിന്നെ കന്യാദാനത്തിലെ ഹീറോ. ആഹാ, കള്ളൻ എന്നോട് പറഞ്ഞില്ല, ഇതാ ഈ സീരിയലാന്ന് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു. പ്രമോ വന്നു ഞങ്ങളുടേത്. അപ്പം അങ്ങനെ വന്നപ്പം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നല്ലൊരു ടീമിന് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ വെച്ചാൽ ഒരു 3 മാസം കൊണ്ട് തന്നെ എന്തോ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുള്ള പോലെ. കുറേ എപ്പിസോഡ് എടുത്ത് വെച്ചു അന്നേരം. നമുക്ക് ടെലികാസ്റ്റിംഗ് ചെയ്യേണ്ട എപ്പിസോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെ സ്നേഹക്കൂട്ട് അത് ഉടനെ ടെലികാസ്റ്റിംഗ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ശരിക്കും എല്ലാവരും. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഈ സിനിമയിലുള്ള കുറേ പേരൊക്കെ ഉണ്ട് നമ്മുടെ സീരിയലിൽ. തീർച്ചയായിട്ടും ഞാൻ ആ സീരിയൽ തേടി വരുന്നുണ്ട്. ആ സീരിയൽ തുടങ്ങട്ടെ, നമുക്ക് അവിടെ സത്യം ഒരാഴ്ചയെങ്കിലും അവിടെ ഇരിക്കേണ്ടി വരും. കാരണം അത്ര ആർട്ടിസ്റ്റ് അവിടെ ഉണ്ട്. ഒന്നും രണ്ടും കുറേ ഉണ്ട് ഫെമിലിയർ ആയിട്ടുള്ളതും. ചേട്ടൻ തന്നെ ഇന്റർവ്യൂ എടുത്ത ആൾക്കാർ വരെ ഇവിടെ മറ്റു പല ചാനലിന് വേണ്ടി എടുത്തിട്ടുള്ള. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്.